മറ്റുള്ളവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്തോ ദുശീലങ്ങൾ ഉണ്ട് അത് തെളിയിക്കണമെന്ന് വെല്ലുവിളിക്കുന്ന സജ്ന നൂറിനോട് ഞാൻ പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഉള്ള ദുശീലത്തെക്കാൾ വലിയ ഒരു ദുശീലം നിനക്കുണ്ട്, മറ്റൊരു ഭാര്യയുടെ ഭർത്താവിനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടിയും സജ്ന നൂറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ധൈര്യത്തോടു കൂടി വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുക. അതിനുശേഷം മറ്റുള്ളവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധം. യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ സജ്ന നൂറിന്റെ വെല്ലുവിളിയാണ്, ആരാണ്ടൊക്കെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യേ എന്നാണ്. എനിക്ക് തോന്നുന്നത് ദിയാസനയും പിന്നെ പുള്ളിക്കാരത്തിയുടെ ഗൾഫിലുള്ള ഏതൊരു ഫ്രണ്ട് റോഷ്നി എന്നോ മറ്റോ പേര്, കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഇവരെ വെല്ലുവിളിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എന്തോ ഒരു ദുശീലം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന ദുശീലം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടുതലുള്ള ഹാംഫുൾ ആയിട്ടുള്ളൊരു ദുശീലമാണല്ലോ മറ്റ് സ്ത്രീകളുടെ ഭർത്താവിനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇവർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഓസ്കർ വിന്നറിന് ഒരു ഭാര്യയും, നിയമപരമായിട്ടൊരു ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉള്ളതാണ്. അവരുടെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അപ്പൻ, ആ മക്കളുടെ അപ്പൻ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ക്രിമിനൽ ഒഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സജ്ന നൂർ മറ്റൊരു ക്രിമിനൽ ഒഫൻസ് തെളിയിക്കാൻ നടക്കുന്ന ഒരു CBI ഉദ്യോഗസ്ഥനെ പോലെയോ അല്ലെങ്കിൽ ഒരു നാർക്കോട്ടിക്സ് അന്വേഷണ മേധാവിയെ പോലെയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് വള പറയുമ്പോൾ എൻ്റെ ഡൗട്ട് ഇത്രയുമാണ്. അതിനേക്കാൾ വലിയ, എനിക്ക് തോന്നുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ പോലും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ചടക്കി വെക്കുന്നു. ആ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്ന് സജ്നയ്ക്ക് അറിയാമോ? അതായത് അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, ബ്രസ്റ്റ് ക്യാൻസർ, അത് സ്പ്രെഡായി അവരുടെ ബ്രെയിനിലേക്ക് പോലും സ്പ്രെഡ് ആകുന്നു എന്ന് അവരുടെ ഭർത്താവായ റസൂൽ പൂക്കുട്ടിയുടെ കോൾ റെക്കോർഡിൽ നിന്ന് നമ്മൾ എല്ലാവരും കേട്ടതാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കുകയെ. പുള്ളിക്കാരത്തേക്ക് അറിയാം, പുള്ളിക്കാരത്തി ഈ രോഗത്തിന് രോഗമായിപ്പോയി. അപ്പോൾ ഇതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റുമോ? ഇനി അഥവാ മരണപ്പെടുകയാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവ് താൻ മരിക്കാൻ കാത്തിരിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ആ സ്ത്രീയെ അലട്ടുന്നുണ്ടാവില്ലേ? കാരണം റസൂൽ പൂക്കുട്ടിയുടെ കോൾ റെക്കോർഡ് കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് റസൂൽ പൂക്കുട്ടി ഈ കാര്യങ്ങളെല്ലാം ഭാര്യയായിട്ട് ഷെയർ ചെയ്തു. കാരണം പുള്ളിക്ക് പിടിവള്ളി ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ ആരുടെ അടുത്തേക്ക് തന്നെ പോകും? ഭാര്യ എടുത്ത് പോയി പിന്നെ ക്ഷമ പറയണ്ടേ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തിയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര നാളും പ്രാണൻ കളഞ്ഞ് സ്നേഹവും വിശ്വാസവും ഒക്കെ ഇത്ര വർഷവും കൊടുത്ത് തൻ്റെ രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ നിർത്തിയിരുന്ന എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ ആകാൻ പോകുന്നു. ഞാൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ഇവർ ഒരുമിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുമിക്കട്ടെ, പക്ഷെ ഞാൻ മരിക്കാനാണോ ഇദ്ദേഹം കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ആ സ്ത്രീയുടെ ആ രോഗാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായിട്ട് ഈ ലോകത്തു നിന്ന് പോകാൻ പോലും അവർക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ സാധിക്കുമോ? അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അവസ്ഥകളിൽ പോകുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം. നമുക്ക് നമ്മളെ തന്നെ ഉദാഹരണത്തിൽ ഇങ്ങനെ വന്നാലോ, അപ്പോഴും നമ്മുടെ ചിന്ത എന്തായിരിക്കും? നമ്മുടെ കുഞ്ഞിന് ഞാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്? കുഞ്ഞിന് ഒരു നിരാലംബത്വമായിരിക്കും, ആശ്രയമില്ലാത്ത. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇനി ആരുമില്ലേ? കാരണം മറ്റൊരു സ്ത്രീ സ്വന്തമാക്കാൻ നിർത്തിയിരിക്കുകയാണ് തൻ്റെ ഭർത്താവിൽ. ആ സ്ത്രീക്ക് തന്നെ 2 ഭർത്താവിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കുമോ? ആ സ്ത്രീ പറയുന്നത് കേൾക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇദ്ദേഹം ആശ്രയമാകുമോ എന്നൊക്കെ ഓർത്ത് വളരെ നരകിച്ച് ഈ ലോകം വിടാൻ കാത്തു കിടക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരിതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആ അസുഖത്തിന് ഒന്ന് ശമനം കിട്ടുമോ അതോ കൂടുമോ? അവരെങ്ങനെയായിരിക്കും ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടുന്നത്? ഇത്രത്തോളം ബ്രസ്റ്റ് ക്യാൻസർ സ്പ്രെഡായി. പുള്ളിക്കാരൻ്റെ കോൾ റെക്കോർഡിൽ പറയുന്നുണ്ട് സ്റ്റേജ് 3 or 4 സംതിങ്, അതായത് അങ്ങേ അറ്റമായിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ പോലും ചിന്തിക്കില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ ഒപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട് എന്ന് ഭർത്താവ് വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്, അയ്യോ ഞാൻ മരിക്കാൻ വേണ്ടി ആയിരിക്കുമോ ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ ഇവർക്കൊരു ഭാരമായിരിക്കും, ഞാനിങ്ങനെ ജീവനോടെ കിടക്കുന്നിടത്തോളം ഇദ്ദേഹം എന്നെ ഒരു ഭാരം പോലെ ആയിരിക്കും കാണുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഇവർക്ക് വേണ്ടുന്നുള്ള എല്ലാ പരിരക്ഷകളും കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി, അവരുടെ സമാധാനക്കേട്, അവരുടെ മനസ്സ് കിടന്ന് പെടയുന്നത് ഒക്കെ സജ്ന നൂറിന് തിരിച്ചറിയില്ലേ? അതറിയാനുള്ളൊരു മനസ്സില്ലേ ആ സ്ത്രീയുടെ? അതിനൊക്കെ അപ്പുറത്തേക്ക് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ സജ്നയ്ക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സജ്ന നൂർ ഈ റസൂൽ പൂക്കുട്ടിയുടെ ലീഗൽ വൈഫിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പുണ്ട്. ഭർത്താവിന് മറ്റേതെങ്കിലും സ്ത്രീകളുമായിട്ട് അവിഹിതം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തെളിവ് പോലും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. മനസ്സിലായോ? സാഹചര്യ തെളിവുകൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഈ ഭർത്താവിൻ്റെ നിലവിലുള്ള കാമുകിയുടെ കയ്യിൽ നിന്നും
ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം നേടിക്കൊടുക്കുക എന്നുള്ള ഒരു നിയമം നമുക്കുണ്ട് എന്നുള്ള കാര്യം സജനയ്ക്ക് മനസ്സിലാവുന്നില്ലേ? ഈ വലിയ ഒരു കള്ളത്തരം, ഈ വലിയ ഒരു ശീലം, ദുശീലം, അതായത് നിരാലംബയായിട്ടുള്ള ഒരു ഭാര്യയുടെ ഭർത്താവിനെ പിടിച്ചടക്കി വെച്ചിട്ട് സമൂഹത്തിന് മുന്നിൽ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പിടിവലി കൂടുക. മറ്റേ സ്ത്രീ, അതായത് ഒരു പ്രശ്നത്തിനും ഇല്ലാതെ അവരുടെ ശാരീരിക സുഖം പോലും അവർക്കില്ല, അവർ വയ്യ, അവർ ക്ഷീണിതയാണ്, അവർ വേദന തിന്നാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തി ഈ അവരുടെ ഭർത്താവിനെ, ഇപ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ ഭർത്താവിൻ്റെ സാമീപ്യമാണ്. ആ ഭർത്താവിൻ്റെ സാമീപ്യം അവർക്ക് കിട്ടുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് സാറ്റർഡേയും സൺഡേയും മാത്രമാണ്. ബാക്കി 5 ദിവസവും സജന നൂർ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഭർത്താവിനെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന സജന നൂർ എന്തിൻ്റെ ബേസിലാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യട്ടെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല, കാരണം അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്കും കൂടി അറിയണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ എന്നുള്ളൊരു ലേബൽ സൊസൈറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വ്യക്തി അത് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അവരത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ദിയാസന അങ്ങനെ ചെയ്യില്ല. അല്ല, ദിയാസനെ എനിക്ക് അറിയില്ല, ദിയാസനയുമായിട്ട് ഞാനൊരു അതായത് ഒരു കമൻറ്റിൽ പോലും ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ആരെയും അറിയില്ല കേട്ടോ. അപ്പം ഈ ഒരു സംഭവം കൊണ്ട് അവർ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷേ ഇത് ചെയ്യണമെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, എസ്പെഷ്യലി യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിലൂടെ സജന നൂർ വന്ന് വെല്ലുവിളിക്കുമ്പോൾ സജനയോട് ഞാൻ പറയുകയാണ്, സജനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ധൈര്യമായി പറയുക.